പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ച ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എത്തുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്ത ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രങ്ങളാണ് ജോർജ് കുട്ടിയും കുടുംബവും. ചിത്രം ആഗോളതലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാള സിനിമ കടന്നു ചെന്നിട്ടില്ലാത്ത മാർക്കറ്റുകളിൽ പോലും കടന്നുകയറ്റം നടത്തി വിസ്മയിപ്പിച്ച് ദൃശ്യത്തിന് പിന്നീട് രണ്ടാം ഭാഗവും ജിത്തു ജോസഫ് ഒരുക്കി. പ്രേക്ഷകർ അതും ഇരുകയോടെ സ്വീകരിക്കുകയും ചെയ്തു. ജോർജ് കുട്ടി വീണ്ടും കുടുംബത്തെയും കൂട്ടി മൂന്നാമത് എത്തുന്ന ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം സെപ്റ്റംബർ 22 തിങ്കളാഴ്ച കൊച്ചിയിൽ ലളിതമായ ശ്രീനാരായണ കോളേജിൽ ലളിതമായ ചടങ്ങിൽ തുറക്കപ്പെട്ടു. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ദൃശ്യം 3 ആരംഭിക്കാൻ കഴിഞ്ഞതിൻ്റെ ഇരട്ടി മധുരത്തിലാണ് മോഹൻലാലും സംവിധായകൻ ജിത്തു ജോസഫ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും സദവസരത്തിൽ പങ്കുവച്ചു. സെറ്റിലെത്തിയ മോഹൻലാലിനെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും സംവിധായകൻ ജിത്തു ജോസഫ് പൂച്ചെണ്ട് നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. ചടങ്ങുകൾക്ക് തുടക്കമിട്ടത്. മോഹൻലാൽ ആദ്യം ഭദ്രദീപം തെളിയിച്ചപ്പോൾ അണിയറ പ്രവർത്തകരും ബന്ധുമിത്രാദികളും ചേർന്നു. ഈ ചടങ്ങ് പൂർത്തീകരിച്ച് ആന്റണി പെരുമ്പാവൂർ സ്വിച്ച് ഓൺ കർമ്മവും മോഹൻലാൽ ഫസ്റ്റ് ക്ലാപ്പ് നൽകിക്കൊണ്ട് ചിത്രീകരണത്തിലേക്ക് കടന്നത്. അതിനുശേഷം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ടാണ് മോഹൻലാൽ ദില്ലിയിലേക്ക് പുറപ്പെട്ടത്. 24 മുതൽ അഭിനയിച്ചു തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം ഇനി നമുക്ക് ജോർജ് കുട്ടിയും കുടുംബത്തിനായി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു സിനിമാ വിശേഷമായി വീണ്ടും കാണുന്നവരെ ബൈ.